എന്റെ മോനെ ട്രെയിലർ വന്ന് അവഞ്ചേഴ്സ് ഡൂംസ്ഡേ ട്രെയിലർ വന്ന് കണ്ടു നോക്ക്. എന്റെ മോനെ കിടില സാധനം. 2 മിനിറ്റ് 25 സെക്കൻഡ് ഈ വന്ന ടീസർ പരിപാടി ഒന്നല്ല, ട്രെയിലർ വെറുതെ പൊളി സാധനം. വേറെ ലെവൽ എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ. ഒരു സീനുണ്ട് മോനെ, ഡൂംസ്ഡേ വെറുതെ സീനായിരിക്കും. ഒരു വേറെ ലെവല് 2 സീൻ. അതിനകത്ത് ഒരെണ്ണം ഒരു കിടില സാധനമുണ്ട്. തോറിങ്ങനെ ഹാമറായിട്ട് വരുമ്പോഴുള്ള ഒരു സീൻ. എന്റെ മോനെ വെറുതെ കിടില സാധനം. കിടില വെറുതെ രോമ എഴുന്നേറ്റുന്നില്ല, രോമാഞ്ച സാധനം. വെറുതെ കിടിലെന്ന് പറഞ്ഞാൽ വേറെ റേഞ്ച് സാധനം. എന്റെ മോനെ കിടില. അതെന്താന്ന് ഞാൻ കാണിച്ചു തരില്ല. പക്ഷെ എന്റെ മക്കളെ ഇത് മറ്റേ 2020 ഓഫ് മാർവല് തിരിച്ചു വരുന്നുണ്ട്. എനിക്ക് തോന്നണത് സിവിൽ വാറും ഇൻഫിനിറ്റി വാറിന് ശേഷം എനിക്ക് തോന്നണത് ഇതായിരിക്കും ഇപ്പൊ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാൻ പോണ പടോട്ടെ. എൻ ഗെയിം ഇഷ്ടമുള്ള പടമാണെങ്കിൽ പോലും എന്റെ മോനെ ഇത് കിടുക്കാച്ചി ഐറ്റം ലോഡിങ് എന്നുള്ള ഫീലിംഗ് ആണ്. കിടുക്കാച്ചി എന്ന് പറഞ്ഞാൽ കിടുക്കാച്ചി ഐറ്റം ലോഡിങ് ഫീലിംഗ് വരുന്നുണ്ട്. രോമ എഴുന്നേറ്റ് കിടില സാധനം. ഫാന്റാസ്റ്റിക് 4 വരുന്നു, എക്സ്മെൻ വരുന്നു, തണ്ടർ ബോൾസ് അതായത് ന്യൂ അവഞ്ചേഴ്സ് വരുന്നു. മോനെ ഈ ഫ്രെയിമിൽ ആരൊക്കെ നിക്കണേ നോക്കിയ തോറ്. എന്റെ പൊന്നളിയ വെറുതെ സീനായിരിക്കും. സീൻ എന്ന് പറഞ്ഞ സീൻ ഹെവി സീൻ സാധനം ലോഡിങ്. നമോറ്, പിന്നെ അതുപോലെ തന്നെ എന്റെ അളിയ ഷാങ്ചി മച്ചാൻ, പിന്നെ അതുപോലെ തന്നെ മിസ്റ്റീക്ക്, വക്കാണ്ട കംപ്ലീറ്റ് ടീം. എന്റെ പൊന്നെ ഇത് സീനാണ്. എന്റെ ആബ്സല്യൂട്ട് ഫേവറേറ്റ് 2 ആൾക്കാര്, പ്രൊഫസർ എക്സേവിയറും മാഗ്നീറ്റും ഒക്കെ ഉണ്ട്. രോമാഞ്ചം, പീക്ക് രോമാഞ്ചം. വേറെ ഒന്നും പറയാനില്ല. അടിപ്പൻ ട്രെയിലർ, കിടില സാധനം. കിടില എന്ന് പറഞ്ഞാൽ കിടുക്കാച്ചി ഐറ്റം. ഇവിടെ ഒരു സീനുണ്ട് മോനെ, അതെന്താന്ന് ഞാൻ കാണിക്കാനുള്ള, ഞാൻ സ്കിപ്പ് അടിച്ച് പോണേണ്. അത് കണ്ടാൽ മതി. അതുപോലെ ആ ഒരു വേറെ ലെവല് രോമം എഴുന്നേറ്റ് വെക്കുന്നുണ്ട്. ഇപ്പൊ രോമാഞ്ചിഫിക്കേഷൻ സീൻ കഴിയുമ്പോ തന്നെ അടുത്തൊരു സാധനം വരും. പൊളി സാധനം. പൊളി എന്ന് പറഞ്ഞാൽ പൊളി സാധനം. ഞാൻ വേറെ ഒന്നും പറയാനുള്ള. അവഞ്ചേഴ്സ് ഡൂംസ്ഡേ ട്രെയിലർ വന്നിട്ടുണ്ട് മക്കളെ. വന്നിട്ടാ വേഗം പോയി കണ്ടു. അത്ര എനിക്ക് പറയാനുള്ളൂ. കിടില സാധനം. ഹാപ്പി എന്ന് പറഞ്ഞാൽ ഞാൻ ഡബിൾ ഹാപ്പി. സീ ഇറ്റ് ഇൻ ഇൻഫിനിറ്റി വിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻഫിനിറ്റി വിഷൻ എന്താണെന്നുള്ളതിനുള്ള സെപ്പറേറ്റ് ഒരു വീഡിയോ ഞാൻ ചെയ്യാം. അതൊരു ഫോർമാറ്റ് അല്ല, അതായത് ഒരു PLF ഫോർമാറ്റ് അല്ല, അതൊരു സർട്ടിഫിക്കേഷൻ ആണ്. ഈ സർട്ടിഫിക്കേഷൻ ഉള്ള തിയേറ്ററിൽ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. എന്തായാലും അതിനെപ്പറ്റി ഞാൻ ഒരു ഡീറ്റെയിൽ വീഡിയോ ഇടുന്നതായിരിക്കും. ഞാൻ മാർവലായിട്ട് അതിനെപ്പറ്റി കുറച്ച് കാര്യം സംസാരിക്കാനുണ്ട്, അതുപോലെ ഡിസ്നി ഒക്കെ ആയിട്ട്. എന്നിട്ട് കുറച്ചും കൂടി ഇൻഫർമേഷൻ കിട്ടിയതിന് ശേഷം ഞാനത് വളരെ വാലിഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഞാൻ പാസ് ചെയ്യാം. കുറച്ച് ടൈം എനിക്ക് തരിക, കറക്റ്റ് ഇൻഫർമേഷൻ കിട്ടട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ ഒന്ന് വെയിറ്റ് ചെയ്താണ്. എന്തായാലും 12 ആസ് ഇൻ മന്ത് 18 ഡിസംബറിനാണ് പടം വരുന്നത്. ഡൂംസ്ഡേ ഫസ്റ്റ് ഷോ ഷുവറാണ്. ഇതിന് മുന്നേ പ്രീമിയർ ആണെങ്കിൽ പ്രീമിയർ ടൈം ടു ട്രാവൽ ഞാൻ പോണേണ് മക്കളെ. ഇന്ത്യയിലുള്ള ബെസ്റ്റ് തിയേറ്ററിൽ എല്ലായിടത്തും ഞാൻ പോയി ഈ പടം കാണും. ഈ പടം അന്ത ലെവലാവാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഞാൻ എന്തായാലും ഇന്ത്യയിലെ ബെസ്റ്റ് തിയേറ്ററിൽ എല്ലായിടത്തും പോകാൻ ചാൻസ് ഉണ്ട്. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങണേണ്. ഞാൻ തീർത്ഥാടനം ഇറങ്ങാൻ പോണേണ് ഡിസംബറിൽ. എന്നെ നോക്കണ്ട ഡിസംബർ ഈ പറഞ്ഞ 18 തീയതി തൊട്ട്, ഡിസംബർ 18 തീയതി തൊട്ട് ഞാൻ, അല്ലെങ്കിൽ 18 തീയതിക്ക് മുന്നേ പ്രീമിയറിന് ഇൻവൈറ്റ് കിട്ടുകയാണെങ്കിൽ അന്ന് തൊട്ട് ഞാൻ തീർത്ഥാടനത്തിന് പോണേണ്. വീട്ടുകാരോടും നാട്ടുകാരോടും കൂട്ടുകാരോടും ഒക്കെ പറയണേണ് എന്നെ നോക്കണ്ട, ഞാൻ പോണേണ്. ഞാൻ എന്തായാലും കുറച്ച് നാൾക്ക് ശേഷം തിരിച്ച് വീട്ടിൽ വരുള്ളൂ. ഇന്ത്യയിൽ ഏതൊക്കെ കിടിലൻ സ്ക്രീൻസ് എനിക്ക് പോകാൻ താല്പര്യമുള്ളതുണ്ടോ അവിടെയൊക്കെ പോവുക, ഈ സിനിമ കാണുക, ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കും എൻ്റെ പരിപാടി. അപ്പോൾ എൻ്റെ മക്കളെ പൊളി ഇങ്ങനത്തെ പടങ്ങളാണ് എനിക്കിങ്ങനെ റിപ്പീറ്റായിട്ട് കാണാൻ താല്പര്യം. എന്തായാലും ഐമാക്സിൽ പടം ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ ഇല്ലയോ അത് നമുക്ക് കണ്ടറിയാം. ഉണ്ടാവാൻ ചാൻസ് ഇല്ല എന്നാണ് തോന്നുന്നത്. എന്തായാലും ഫുൾ റേഷ്യോ ഇതുവരെ ട്രെയിലർ വന്നിട്ടില്ല. ഇപ്പൊ സ്കോപ്പ് റേഷ്യോയിലുള്ളതാണ് വന്നിരിക്കുന്നത്. പടം എന്തായാലും ഫ്ലാറ്റ് ആസ്പെക്ട് റേഷ്യോ ഉണ്ട്, അത് ഷുവറാണ്. ഫ്ലാറ്റ് ആസ്പെക്ട് റേഷ്യോ ഉണ്ട്. ഇപ്പം അതുപോലെ തന്നെ എൻ്റെ ബ്രാൻഡ് ന്യൂ ഡേ ടിക്കറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അത് സ്പെഷ്യൽ ഇൻവൈറ്റ് ആണ്. അപ്പോൾ അതുണ്ട്. എനിവേസ് പിന്നെ ഒരു പോസ്റ്ററും വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ഫ്രെയിം ചെയ്ത് വെക്കണം എനിക്ക്. പോസ്റ്ററും വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഗൈസ് താങ്ക് യു സോ മച്ച് മാർവൽ ഫോർ എവറിത്തിങ്. അതുപോലെ തന്നെ താങ്ക് യു സോ മച്ച്
കുറേ ആൾക്കാരോടൊക്കെ താങ്ക് യു പറയാനുണ്ട്. താങ്ക് യു സോ മച്ച് ടു അഖിൽ. ഒരുപാട് പേരോടൊക്കെ നന്ദി പറയാനുണ്ട്. ഞാൻ പിന്നെ അവനോട് താങ്ക് യു പറയേണ്ട കാര്യമൊന്നുമില്ല, അത് വേറെ. ഇപ്പം എന്തായാലും എന്താണ് PXL, ഐസ്, സ്ക്രീനെക്സ്, 4DX, ലേസർ വെന്യൂസ് 4DX ഉണ്ടെങ്കിൽ അത്, പിന്നെ അതുപോലെ തന്നെ ബിഗ് പിക്സ്, LED സ്ക്രീന്, എപ്പിക് ലക്സോണ്, അതുപോലെ തന്നെ എന്താണ് HDR ബൈ ബാർക്കോ, ഡോൾബി സിനിമ വെന്യൂ, PCX, എല്ലായിടത്തും ഞാൻ പടം കാണും. ഇത് ഞാൻ എല്ലായിടത്തും പോയി കാണുന്നുണ്ട്. ഞാൻ ഓടി ഇടന്നേക്ക് ഇത് കാണാൻ പോണത്. ഞാൻ ഹൈപ്പറായിരിക്കുന്നു. എന്തായാലും എനിക്ക് എൻ്റെ കപ്പ് ഓഫ് ചായ, പരിപ്പുവട, സമോസ, കാപ്പിയൊക്കെ വന്നിരിക്കുകയാണ്. ഞാൻ ഇതെന്തായാലും ഞാൻ ആസ്വദിച്ച് കുടിച്ചിട്ടേ ഇനി കാര്യമുള്ളൂ. ഡിസംബറിൽ എന്നെ നോക്കണ്ട. ഞാൻ പറഞ്ഞില്ലേ, വീട്ടുകാരോട് ഒക്കെ പറയണ, വീട്ടുകാർ വീഡിയോ കാണുന്നതുകൊണ്ട് അറിയാം, അവർക്ക് ഓൾമോസ്റ്റ് അറിയാം. ഹൃത്തിക് റോഷന്റെ പടം വന്നു കഴിഞ്ഞാലും അതുപോലെ തന്നെ ഇങ്ങനെ പടങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ മറ്റേ ബാഗും തൂക്കി വീട്ടിൽ നിന്ന് മറ്റേ എന്താണ് ഇറങ്ങും എന്നുള്ളത് അറിയാവുന്നതാണ്. അപ്പോൾ ഞാൻ പോണേണ്, എൻ്റെ ഭാര്യയോടും കൂടെ പറയണേണ്, ഞാൻ പോണേണെങ്കിൽ ഒന്ന് നിനക്ക് കൂടെ വരാം, അല്ലെങ്കിൽ എന്നെ ഒരു മാസം കഴിഞ്ഞിട്ട് നോക്കിയാൽ മതി കേട്ടോ. ശരി, ഓക്കെ, വേറെ ഒന്നും പറയാനില്ല. എൻ്റെ മക്കളെ പൊളി. അതുപോലെ നമ്മുടെ മാർവൽ ഫാൻസ് ഇന്ത്യ പിള്ളേരോടും എനിക്ക് പറയാനുള്ളത്, നമുക്ക് തകർക്കണം. വേറെ ലെവൽ എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ ഇവന്റ് ആയിരിക്കണം, വേറെ ലെവൽ ഫുൾ ഓൺ സപ്പോർട്ടായിരിക്കും എൻ്റെ വക. നമുക്ക് ബ്രാൻഡ് ന്യൂ ഡേ പൊളിക്കാനുണ്ട്, അതും നമ്മൾ തകർക്കുന്നതായിരിക്കും. ഞാൻ രാവിലെ 6 മണിക്കത്തെ ഷോ നമ്മുടെ എന്താണ് മാർവൽ ഫാൻസ് ഇന്ത്യ പിള്ളേരുടെ കാണുന്നുണ്ട്, ബ്രാൻഡ് ന്യൂ ഡേ. അതിനുശേഷം രാത്രി ഞാൻ PXL കാണുന്നുണ്ട്. ഈ സിനിമ ഞാൻ ഓടിയിറന്നായിരിക്കും കാണുന്നത്. ഓടിയിറന്നിട്ട് ഞാൻ തിയേറ്റർ ഹോപ്പിംഗ് ആയിരിക്കും ഈ സിനിമയ്ക്ക്. ഒന്നും പറയില്ല, പോയി കാണണ്ടേ ട്രെയിലർ, പോയി കാണുക. എത്ര പറയാം, ഇത് ട്രെയിലർ തന്നെയല്ലേ? അതെ, ട്രെയിലർ. എനിക്ക് ഡൗട്ടായിപ്പാ.